തിരിച്ചു വരാനില്ലാത്ത മടക്കം. നമുക്കറിയാം അദ്ദേഹത്തിന്റെ വേലിക്കകത്ത് വീട്ടിലേക്കുള്ള യാത്രകൾ, അദ്ദേഹത്തിന്റെ പുന്നപ്ര വടക്ക് വീട്ടിലേക്കുള്ള യാത്രകൾ, ആ യാത്രകൾ അതിലൊരു യാത്രയായി ഇത് മാറുന്നു. പക്ഷേ അപ്പോഴൊക്കെ VS തിരികെ വരും, ജനങ്ങളുടെ വിഷയങ്ങൾ ഇടപെടും, VS ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുമെന്ന പ്രതീക്ഷ എല്ലാവർക്കും ഉണ്ടായിരുന്നു. പക്ഷേ അങ്ങനെയൊന്നും പ്രതീക്ഷിക്കാനില്ലാത്തൊരു മടക്കത്തിലേക്ക് VS എന്ന ദ്വയാക്ഷരം, VS എന്ന രണ്ടക്ഷരം, VS എന്ന പ്രതീക്ഷ, VS എന്ന ജനങ്ങളുടെ വലിയ പ്രതീക്ഷ മടങ്ങുകയാണ്. മടക്കമില്ലാത്ത ലോകത്തേക്ക് VS യാത്രയാവുകയാണ്. ഈ യൂണിവേഴ്സിറ്റി കോളേജിന് മുന്നിൽ നിരവധി സമരം, ഇപ്പോൾ യൂണിവേഴ്സിറ്റി കോളേജ് സമീപത്തേക്ക് വിലാപയാത്ര എത്തുന്നു. നിരവധി വിദ്യാർത്ഥി സമരങ്ങൾക്ക്, അടിയന്തരാവസ്ഥ കാലത്ത് നിരവധി പോരാട്ടങ്ങൾക്ക് വേദിയായ യൂണിവേഴ്സിറ്റി കോളേജ് പരിസരം, അവിടെയും VSന്റെ നിരവധി ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട്. അത് പാർട്ടി സെക്രട്ടറി എന്ന നിലയിൽ, പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി അംഗമെന്ന നിലയിൽ, പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ, പിന്നീട് മുഖ്യമന്ത്രി എന്ന നിലയിലൊക്കെ VS നിറഞ്ഞാടിയ സമരഭൂമിയിലൂടെയാണ് അദ്ദേഹം കടന്നു പോകുന്നത്. VSന് തുല്യം VS മാത്രം എന്ന് ജനങ്ങളെ ഓർമ്മിപ്പിക്കുന്ന ജന പങ്കാളിത്തമാണ് ഇവിടെയുള്ളത്. അവർക്ക് മതിയാകുന്നില്ല VS നേതാവിനെ കണ്ട്, അവർക്ക് മതിയാകുന്നില്ല VS നേതാവിനെ അടുത്തറിഞ്ഞ്, അവർക്ക് മതിയാകുന്നില്ല VSന്റെ ഈ വീരേതിഹാസങ്ങൾ കേട്ട് അദ്ദേഹത്തെ യാത്രയേക്കാൻ അത്രയധികം ആത്മാർത്ഥമായി, അത്രയധികം ചങ്കിൽ തട്ടി മുദ്രാവാക്യങ്ങൾ വിളിച്ച്. ഒരുപക്ഷെ അത്ഭുതം തോന്നാം, എങ്ങനെയാണ് ഇന്നലെ വൈകുന്നേരം സെക്രട്ടേറിയറ്റ് AKG സെന്റർ ഭാഗത്തേക്ക് VSന്റെ മൃതദേഹം കൊണ്ടുവന്നപ്പോൾ മുതലുള്ള ജനങ്ങളുടെ ഒരു പാർട്ടി പ്രവർത്തകരുടെ ആവേശം, എങ്ങനെയാണ് അവർ ഇത്ര അധികം മണിക്കൂറുകൾ തുടർന്ന് ഒരു നേതാവിന് വേണ്ടി മുദ്രാവാക്യം വിളിക്കുന്നത്, എങ്ങനെയാണ് അവർക്ക് അതിനുള്ള ഊർജ്ജം നൽകിയത്? കാരണം ആ ഊർജ്ജത്തിന്റെ പേര് VS എന്നായിരുന്നു. ആ ഊർജ്ജം VS ആണ് നൽകിയത്. ഒരിക്കലും അസ്തമിക്കാത്ത, ഒരിക്കലും മങ്ങാത്ത ഊർജ്ജ പ്രവാഹമായിരുന്നു VS. 80കളുടെ മധ്യത്തിൽ ഒരു നേതാവ് ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയാകുന്നു. ആ മുഖ്യമന്ത്രി ജനങ്ങളുടെ പ്രിയപ്പെട്ടവനായി മാറുന്നു. 80കളിൽ അദ്ദേഹം കയറിപ്പോകാത്ത മലകളില്ല, അദ്ദേഹം കയറിപ്പോകാത്ത ദേശങ്ങളില്ല, അദ്ദേഹം ഇടപെടാത്ത വിഷയങ്ങളില്ല. അത്തരമൊരു ഊർജ്ജ സ്രോതസ്സായിരുന്നു VS. അതുകൊണ്ട് അത്തരം ഒരു നേതാവിന് യാത്രയപ്പ് നൽകുമ്പോൾ ഇതിലും കുറഞ്ഞെങ്ങനെ ഊർജ്ജം ചെലവാക്കും, ഇതിനും കുറഞ്ഞെങ്ങനെ ജനങ്ങൾ പ്രതികരിക്കുമെന്നാണ് സാധാരണക്കാരായ അദ്ദേഹത്തിന്റെ അനുയായികൾ, അദ്ദേഹത്തിന്റെ ആരാധകർ, അതിലൊരു പക്ഷേ രാഷ്ട്രീയ ഭേദമില്ലായിരിക്കാം. CPMന്റെ ആഹ്വാനപ്രകാരം വന്ന ആളുകളായിരിക്കില്ല, CPMന്റെ താല്പര്യപ്രകാരം വന്ന ആളുകളായിരിക്കില്ല, അതിൽ കോൺഗ്രസുകാരുണ്ടാകാം, അതിൽ മറ്റു രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകരുണ്ടാകാം. കാരണം VS അവർക്കൊക്കെ പ്രതീക്ഷയായിരുന്നു, VS അവർക്കൊക്കെ ഒരു വെളിച്ചമായിരുന്നു. ആ വെളിച്ചമാണ് അണഞ്ഞത്. ഇതിലെ VSന്റെ മരണവാർത്ത പുറത്തു വന്നതുകൊണ്ട് എപ്പോഴും VSന്റെ കൂടെ ഉണ്ടാകുമായിരുന്നു അദ്ദേഹത്തിന്റെ സഹായി PA സുരേഷ് പറഞ്ഞതുപോലെ VS ഒരു കാവലാളായിരുന്നു, നീതിയുടെ കാവലാളായിരുന്നു. VS ഒരു പ്രതീക്ഷയായിരുന്നു, ഒരു വിളക്കായിരുന്നു.